നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഭാരതീയ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു തീയതിയാണ് ഈ വരുന്ന 2026 ഏപ്രിൽ 1. 6 പതിറ്റാണ്ട് പഴക്കമുള്ള ആദായ നികുതി നിയമം മാറുകയാണ്. പകരം വരുന്നത് ഇൻകം ടാക്സ് ആക്ട് 2025 ആണ്. ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഭാഗമായി നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിക്കുന്ന രീതിയിലും അപേക്ഷിക്കുന്ന രീതിയിലും 8 പ്രധാന മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ക്യാഷ് ലിമിറ്റ്, വണ്ടി വാങ്ങുന്ന ചട്ടം, വസ്തു ഇടപാടുകൾ തുടങ്ങി സാധാരണക്കാരെ ബാധിക്കുന്ന 8 വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായും കാണുക. കാരണം ഒരു ചെറിയ തെറ്റുപോലും നിങ്ങളുടെ പണം ഇടപാടുകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഒന്നാമത്തെ മാറ്റം പാൻ കാർഡിന് അപേക്ഷിക്കുന്ന രീതിയാണ്. ഇതുവരെ ആധാർ കാർഡ് മാത്രമുണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡ് കിട്ടുമായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 1 മുതൽ ഈ സിംപ്ലിഫൈഡ് രീതി അങ്ങ് അവസാനിക്കുകയാണ്. ഇനി മുതൽ ആധാർ കാർഡിനൊപ്പം ജനന തീയതി തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, വോട്ടർ ID അല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും നൽകേണ്ടി വരും. കൂടാതെ പഴയ ഫോം 49A പകരം വ്യക്തികൾക്കായി ഫോം 93 എന്ന പുതിയ ഫോമാണ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് പാൻ കാർഡ് എടുക്കാനുണ്ടെങ്കിൽ 2026 മാർച്ച് 31 മുമ്പ് തന്നെ അത് ആധാർ മാത്രം ഉപയോഗിച്ച് എടുക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെയും മൂന്നാമത്തെയും മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അത് ബാങ്ക് ഇടപാടുകളെ സംബന്ധിച്ചാണ്. നിലവിൽ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ പാൻ വേണമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഈ പ്രതിദിന പരിധി ഒഴിവാക്കി 50,000 രൂപ പ്രതിദിനം നിങ്ങൾ അങ്ങോട്ട് അടയ്ക്കുകയോ ഇങ്ങോട്ട് എടുക്കുകയോ ചെയ്താൽ പാനിന്റെ ആവശ്യം വരുന്നില്ല. പകരം ഒരു സാമ്പത്തിക വർഷം ആകെ നടത്തുന്ന നിക്ഷേപങ്ങൾ 10 ലക്ഷം രൂപ കടന്നാൽ പാൻ കാർഡ് നിർബന്ധമാണ്. നിക്ഷേപം മാത്രമല്ല, പണം പിൻവലിക്കുന്നതിനും ഇതേ 10 ലക്ഷം രൂപയുടെ വാർഷിക പരിധി ബാധകമാകും. ഇത് ചെറുകിട കച്ചവടക്കാർക്ക് ഒരു വശത്ത് ആശ്വാസമാണെങ്കിലും വലിയ തുകകൾ വിഭജിച്ച് നിക്ഷേപിച്ച് നികുതി വെട്ടിക്കുന്നവരെ പിടികൂടാൻ സർക്കാരിനെ ഈ സംവിധാനം സഹായിക്കും. നാലാമത്തെ മാറ്റം വാഹനം വാങ്ങുന്നവർക്കാണ്. നിലവിൽ 2 വീലർ ഒഴികെ ഏതു വാഹനം വാങ്ങാനും നിങ്ങൾക്ക് പാൻ ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇനി മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്കോ പ്രീമിയം ബൈക്കുകൾക്കോ മാത്രമേ പാൻ കാർഡ് നിർബന്ധമായുള്ളൂ. ട്രാക്ടർ വാങ്ങുന്നവർക്ക് പാൻ ആവശ്യമില്ല. അത് കൃഷിക്കാർക്ക് വളരെ പ്രയോജനപ്പെടും. അഞ്ചാമത്തെ മാറ്റം വസ്തു ഇടപാടുകളിലാണ്. വസ്തു വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ പാൻ കാർഡ് ഹാജരാക്കേണ്ട പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട്. ചെറിയ ഭൂമി ഇടപാടുകൾ നടത്തുന്നവർക്ക് തീർച്ചയായും ഇത് വലിയ ഉപകാരമായിരിക്കും. ആറാമത്തെ മാറ്റം ഹോട്ടൽ, കല്യാണ ഹാൾ ബില്ലുകൾ പണമായി നൽകുന്നതിലാണ്. നിലവിൽ 50,000 രൂപയായിരുന്നു പരിധിയെങ്കിൽ ഇത് 1 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. എന്നാൽ ഏഴാമത്തെ മാറ്റം അല്പം ഗൗരവകരമാണ്. ശ്രദ്ധിക്കണം. അത് ഇൻഷുറൻസ് മേഖലയിലാണ്. ഇനി മുതൽ നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനിയുമായി പുതിയൊരു ബന്ധം തുടങ്ങുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. പ്രീമിയം തുക എത്ര ചെറുതായാലും പുതിയ പോളിസി എടുക്കുമ്പോൾ പാൻ നൽകേണ്ടി വരും. അവസാനത്തെയും എട്ടാമത്തെയും മാറ്റം ശമ്പളക്കാരായ ജീവനക്കാരെ ബാധിക്കുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ഫോം 16 ഇനി ചരിത്രമാകാൻ പോവുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ ഫോം 16 പകരം ഫോം 130 ആയിരിക്കും നിങ്ങളുടെ TDS സർട്ടിഫിക്കറ്റ്. കൂടാതെ വീട്ടുവാടക ഇളവ് അഥവാ HRA അവകാശപ്പെടുന്നവർ ഭൂ ഉടമയുടെ പാൻ നമ്പർ നൽകുന്നതോടൊപ്പം അവരുമായുള്ള ബന്ധം കൂടി പുതിയ ഫോം 124 രേഖപ്പെടുത്തേണ്ടി വരും. ക്രെഡിറ്റ് കാർഡ് വഴി ഒരു വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കുന്നതും ഇനിയും ആദായ നികുതി വകുപ്പിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും. ഓർക്കുക. അപ്പോൾ ഈ മാറ്റങ്ങൾ നേരിടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആധാർ കാർഡിലെ പേരും ജനനത്തീയതിയും പാൻ കാർഡുമായി 100% പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പാൻ കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ 2026 മാർച്ച് 31 മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴും ബാങ്ക് നിക്ഷേപം നടത്തുമ്പോഴും വാർഷിക പരിധി ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.